ഒരു സംഘം ആളുകൾ ഒരു ജഡ്ജിയിൽ മാനസിക സംഘർഷം ഉണ്ടാക്കിയിട്ട് ജഡ്ജിയെ അവരാഗ്രഹിക്കുന്ന രീതിയിൽ വിധി പുറപ്പെടുവിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം, ബോധപൂർവമായ ശ്രമം നടന്നത്. എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു കാരണവശാലും ഈ പറഞ്ഞ ദിലീപിന് ശിക്ഷിക്കത്തക്ക യാതൊരു തെളിവും ഉണ്ടായിട്ടില്ല. ആളുകൾ പറയുന്നത് കേട്ടിട്ടോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൻ്റെ അഭിപ്രായം അടിസ്ഥാനപ്പെടുത്തിയോ ജഡ്ജിമെൻറ്റ് പറയാൻ പറ്റില്ല. ജഡ്ജിമാർക്ക് ജഡ്ജിമെൻറ്റ് പറയുന്ന ദിവസങ്ങളോടനുബന്ധിച്ചിട്ട് ഉറക്കം പോലും ഇല്ലാതെ വരിക, അങ്ങനത്തെ പല ബുദ്ധിമുട്ടുള്ള മാനസിക ഒരു മനുഷ്യരാണല്ലോ. അത് അധികരിപ്പിക്കാനാണ് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയും മാധ്യമങ്ങളൊക്കെ ശ്രമിച്ചുകൊണ്ടിരുന്നത്. സൈബർ അറ്റാക്ക് നടത്തുന്നത് വികാരപരമായിട്ടുള്ളൊരു നടപടിയാണ്, അത്രേ ഉള്ളൂ. അതിനകത്ത് യാതൊരു അടിസ്ഥാനവുമില്ല. നമസ്കാരം. നടി ആക്രമിക്കപ്പെട്ട കേസിൽ 8ാം പ്രതിയായ ദിലീപ് ഉൾപ്പെടെയുള്ളവരെ വെറുതെ വിട്ട സംഭവം പുറത്തു വരുമ്പോൾ അഭിഭാഷകനായിട്ടുള്ള സാബു തൊഴിൽപ്പാടൻ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് എഴുതിയിരുന്നു. അദ്ദേഹം പറഞ്ഞ ഇങ്ങനെയാണ്: ഈ സത്യസന്ധമായി വിധി പുറപ്പെടുവിപ്പിക്കുന്ന ജഡ്ജിമാർക്ക് പലപ്പോഴും പല മാനസിക സംഘർഷങ്ങളുണ്ടാകാറുണ്ട്. അവരെ മാനസികമായിട്ട് പലരും പ്രഷർ ചെലുത്തി ഈ വിധിയെ സ്വാധീനിക്കാനൊക്കെ സമീപിക്കാറുണ്ട്. പത്രത്തിൽ പലവിധമായിട്ടുള്ള അവസ്ഥയിലൂടെ കടന്നു വന്നിട്ടുണ്ടാവാം എന്നാണ് അദ്ദേഹം ആ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം നമ്മോടൊപ്പം ചെയ്തിട്ടുണ്ട്. സർ, അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടായിരിക്കുമോ ഇത്തരത്തിലുള്ളൊരു വിധി അവർ പുറപ്പെടുവിക്കുക? ഈ കേസ് തുടക്കം മുതൽ തന്നെ ഞങ്ങൾ അഭിഭാഷക സമൂഹത്തിൽ ഇത്തരം ക്രിമിനൽ കേസുകൾ നടത്തി മറ്റു കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് ഞങ്ങൾക്ക് അറിയാമായിരുന്നു ഇതിൽ ദിലീപ് ശിക്ഷിക്കപ്പെടില്ല. ക്രിമിനൽ കോൺസ്പിറസി ഇന്ത്യൻ പീനൽ കോഡിലെ 120B വെച്ചിട്ട് തെളിയിക്കുക വെച്ചാൽ വളരെ ദുഷ്കരമായിട്ടുള്ളൊരു കാര്യം. അത്രയും സ്ട്രോങ് തെളിവ് പോലീസിനെ സംഘടിപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. ഈ ഒരു കേസിനകത്ത് തുടക്കത്തിൽ ഗൂഢാലോചനയെക്കുറിച്ച് ആരൊന്നും പറയുന്നില്ല. പിന്നീട് ജയിലിൽ കിടന്ന ഈ പൾസർ സുനി കൂട്ടുപ്രതികളോട് എന്തൊക്കെയോ അവിടെ കിടന്ന് മറ്റ് കേസുകളിലെ പ്രതികളോട് സംസാരിച്ചിരുന്നാണ് ഈ ഗൂഢാലോചനയുടെ ഒരു തുമ്പ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് അതിനെ തുടർന്ന് അന്വേഷണം നടത്തി, വളരെ ഗഹനമായ അന്വേഷണം നടത്തി. ഒരുപക്ഷെ നിങ്ങൾക്കറിയാം, എൻ്റെ സിം അന്വേഷിക്കാൻ നടന്നതൊക്കെ ആ സമയത്ത് ഭയങ്കര കോലാഹലം സൃഷ്ടിച്ച കാര്യങ്ങളാണ്. പിന്നീട് ഇതിനകത്ത് വന്ന തെളിവുകളെല്ലാം വരുമ്പോഴെല്ലാം എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു കാരണവശാലും ഈ പറഞ്ഞ ദിലീപിന് ശിക്ഷിക്കത്തക്ക യാതൊരു തെളിവും ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അത് കോടതിയിലുള്ള വിചാരണ വന്ന സമയങ്ങളിലും അതിന് മുൻപ് സമയങ്ങളിലും ഹിയറിംഗ് നടക്കുന്ന സമയങ്ങളിലും ഒക്കെ വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും മനസ്സിലായി. ഈ കേസിൽപ്പെട്ട ഈ ആക്കപ്പെട്ട ആ യുവതി ഉൾപ്പെടെയുള്ള എല്ലാ ആളുകൾക്കും ആ കാര്യം മനസ്സിലായി. അതിനെ തുടർന്നാണ് ഒരു സംഘം ആളുകൾ ഒരു ജഡ്ജിയിൽ മാനസിക സംഘർഷം ഉണ്ടാക്കിയിട്ട് ജഡ്ജിയെ അവരാഗ്രഹിക്കുന്ന രീതിയിൽ വിധി പുറപ്പെടുവിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം, ബോധപൂർവമായ ശ്രമം നടന്നത്. അതിനെ തുടർന്ന് ധാരാളം പരാതികൾ പോയി. ഹൈക്കോടതിയിൽ പരാതി പോയി, സുപ്രീം കോടതിയിൽ പരാതി പോയി, ജഡ്ജിയെ മാറ്റണമെന്ന് പറഞ്ഞൊരു പരാതി പോയി, ജഡ്ജിക്കെതിരെ ആരോപണങ്ങൾ വന്നു. അങ്ങനെ വളരെ കാലങ്ങളായിട്ട് ഈ ട്രയൽ ഇങ്ങനെ നടത്തി പക്ഷേ ജഡ്ജിയിലുണ്ടായിരുന്ന ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലേക്ക് ഉണ്ടായിരുന്ന ആ ജഡ്ജിമാരുടെ വിശ്വാസവും അതുപോലെ ഇവർ യാതൊരു തരത്തിലുള്ള ടേൻറ്റഡ് അല്ല എന്നുള്ള ഒരു പൊതുബോധം ജഡ്ജിമാരുടെയിലും പൊതുസമൂഹത്തിലും അഭിഭാഷകരുടെയിലും ഉള്ളതുകൊണ്ടാണ് അവർ തന്നെ ട്രയൽ നടത്തിയാൽ മതി എന്നുള്ള ഒരു തീരുമാനത്തിൽ. അല്ലെങ്കിൽ സാധാരണ രീതിയിൽ വളരെ ഗുരുതരമായിട്ടുള്ള ആക്ഷേപങ്ങൾ വന്നാൽ പലപ്പോൾ ജഡ്ജിയെ മാറ്റാറുണ്ട്, കോടതി മാറ്റാറൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൽ ശരിക്കും പറഞ്ഞാൽ ആ ജഡ്ജിയെ മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തിയത് മുഴുവനും പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് വളരെ ധൈര്യപൂർവ്വം അവർ ഈ ജഡ്ജിമെൻറ്റ് പറഞ്ഞു. ഇത്തരത്തിലുള്ള കോലാഹലങ്ങളോ മാധ്യമങ്ങളുടെ ചർച്ചകളോ അല്ലെങ്കിൽ അവരുടെ മാധ്യമം നടത്തിയിരുന്ന പ്രചരണങ്ങളോ ഒന്നും ഇതിനെ ഏശിയില്ല. കാരണം തെളിവുകൾ മാത്രം നോക്കിയിട്ടേ കോടതിക്ക് ഒരു ജഡ്ജിമെൻറ്റ് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ആളുകൾ പറയുന്നത് കേട്ടിട്ടോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൻ്റെ അഭിപ്രായം അടിസ്ഥാനപ്പെടുത്തിയോ ജഡ്ജിമെൻറ്റ് പറയാൻ പറ്റില്ല. ഇതിൽ തെളിവുകൾ ഉണ്ടായിരുന്നില്ല എന്ന കാര്യം ഈ പ്രോസിക്യൂഷൻ സൈഡിൽ നിന്നും വളരെ കൃത്യമായിട്ട് അറിയാം. അതുപോലെ തന്നെ ഈ മറ്റേ കേസ് നടത്തിയ മറ്റ് പ്രതികൾക്ക് വേണ്ടി നടത്തിയ അഭിഭാഷകർക്കും ഈ കേസിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള അഭിഭാഷകർക്കും ഒക്കെ ഈ ദിലീപിനെ കേസിൽ പ്രതിയാക്കപ്പെടുന്ന ഒരു സാഹചര്യമോ തെളിവോ ഇല്ല എന്നുള്ളത് അറിയാം. പക്ഷേ ആ സമയം സർക്കാരിന് നേട്ടം ഉണ്ടാക്കുന്ന രീതിയിൽ വളരെ കോലാഹലം സൃഷ്ടിക്കുന്ന രീതിയിൽ ഇങ്ങനെ ദിലീപിനെ പ്രതിയാക്കി കുറേ കാലം ആഘോഷിച്ച് നടന്നു എന്നല്ലാതെ അതിനകത്ത് വേറെ ഒന്നുമില്ല. ഈ 38 വർഷത്തെ അഭിഭാഷക ജീവിതത്തിനിടയിൽ ഒരുപാട് വിവാദമായ വിധികളൊക്കെ താങ്കൾ നേരിട്ട് കണ്ടിട്ടുണ്ടാവും. അപ്പോഴൊക്കെ ഈ ജഡ്ജിമാർ ഏതൊക്കെ തരത്തിലൂടെയുള്ളൊരു മാനസിക സംഘർഷത്തിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്? നേരിട്ട് അറിയാവുന്ന ആളായിരിക്കും. ഈ ജഡ്ജിമാരെന്ന് പറഞ്ഞാൽ എൻ്റെ സുഹൃത്തുക്കൾ തന്നെ 4-5 പേര് ജില്ലാ ജഡ്ജിമാരായിട്ട് പോയിട്ടുണ്ട്. വളരെ അടുത്ത സുഹൃത്തുക്കൾ മറ്റ് പല സ്ഥാനങ്ങളിലും ഹൈക്കോടതിയിലും ഒക്കെ ഉണ്ട്. പക്ഷേ അവർ പറഞ്ഞാൽ ഈ ജഡ്ജിമാർക്ക് ഈ മാധ്യമങ്ങളുടെ ഇത് പൊതുവെ അവരെ ബാധിക്കാറില്ല. പക്ഷേ എല്ലാ മനുഷ്യർക്കും ഒരേ തരത്തിലുള്ള മാനസികാവസ്ഥ ആവില്ല. ചില ആളുകൾക്ക് അല്പം ദുർബലരായിട്ടുള്ള ഒരു മാനസികാവസ്ഥയുള്ള ആൾക്കാരുണ്ടാവും. അത്തരം ആളുകൾക്ക് എൻ്റെ അറിവിൽ ഉറക്കം പോലും ഇല്ലാതെ പോകുന്ന സന്ദർഭങ്ങളുണ്ടാകാറുണ്ട്. ജഡ്ജിമാർക്ക് ജഡ്ജിമെൻറ്റ് പറയുന്ന ദിവസങ്ങളോടനുബന്ധിച്ചിട്ട് ഉറക്കം പോലും ഇല്ലാതെ വരിക, അങ്ങനത്തെ പല ബുദ്ധിമുട്ടുള്ള മാനസിക ഒരു മനുഷ്യരാണല്ലോ.
അപ്പോൾ അങ്ങനെ ഇതുണ്ട്. അതുപോലെ ഈ കേസുകളിലൊക്കെ 10-200 ചില്ലാനും സാക്ഷികളെ വിസ്തരിച്ചു, അതിന് ജഡ്ജി മൊഴികളൂടെ വായിച്ചെടുക്കണം, ഡോക്യുമെൻറ്റ്സ് കംപ്ലീറ്റ് വെരിഫൈ ചെയ്യണം. ഒരു വലിയ പണിയാണത് ട്രയൽ കോടതിയിലെ ഇത് നടത്തുന്നത്. അതുപോലെ ഇന്ന് തന്നെ ആരോപണങ്ങൾ വന്നു. ജഡ്ജിയെക്കുറിച്ച് ഒരാൾ പറയുന്നത് ദിലീപ് കോടതിയിൽ കയറിയപ്പോൾ ജഡ്ജി എഴുന്നേറ്റ് നിന്നാണ് പറയണേ. ആ ദിലീപല്ല, ഈ ജഡ്ജി 11 മണിയാകുമ്പോൾ കയറി വരിക, അല്ലെങ്കിൽ 11 മണി കഴിഞ്ഞിട്ട് ഒരു 11:30 മണിക്കോ, അത് കോടതി ചിലപ്പോൾ ഇന്നത്തെ എത്ര മണിക്കാണ് കയറിയെന്ന് എനിക്ക് അറിയില്ല, ഞാൻ ഉണ്ടായിരുന്നില്ല കോടതിയിൽ. അപ്പോൾ 11 മണിക്ക് കയറിയിട്ടുണ്ടാവാം. അപ്പോൾ 11 മണിക്ക് കയറി വരുമ്പോൾ ആ സമയത്തായിരിക്കും ജഡ്ജി കയറി വരുന്ന സമയത്തായിരിക്കും ദിലീപും കയറി വന്നിട്ടുണ്ടാവുക. ഈ ദിലീപല്ല, ഏത് പ്രതി വന്നു കഴിഞ്ഞാലും ബലാത്സംഗ കേസ് പ്രതിയാണെങ്കിൽ ശരി, കൊലക്കേസിൽ പ്രതിയാണെങ്കിൽ ശരി, ജഡ്ജി ഈ പ്രതികളെ ഉൾപ്പെടെ ഇങ്ങനെ തൊഴുത് കാണിക്കും. അത് ജഡ്ജി ദിലീപിനെ കണ്ട് തൊഴുന്നല്ല, അത് കോടതിയുടെ ഒരു കീഴ്വഴക്കമാണത്. അതിനെ പോലും ഇന്ന് സോഷ്യൽ മീഡിയയിൽ ആരോ പറയുന്നുണ്ട്, പ്രതി വന്നപ്പോൾ ദിലീപിനെ കണ്ടപ്പോൾ ജഡ്ജി ചാടി എഴുന്നേറ്റ് നിന്നു, പിന്നെ ആ ജഡ്ജിയിൽ നിന്ന് എങ്ങനെ മറ്റൊരു വിധി പ്രതീക്ഷിക്കാൻ പറ്റുമെന്നൊക്കെ രീതിയിലേക്ക് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വളരെ അതുപോലെ അഭിഭാഷകർ തന്നെ ഈ ജഡ്ജിമെൻറ്റ് വന്ന ശേഷം എരയോടൊപ്പം നിന്നില്ല എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. എരയോടൊപ്പം എങ്ങനെ നിൽക്കാൻ പറ്റും? തെളിവുണ്ടെങ്കിലല്ലേ. കോടതിയെ സംബന്ധിച്ചോളം അതുപോലെ പ്രോസിക്യൂഷനെ സംബന്ധിച്ചോളം എരയോടൊപ്പം നിൽക്കുക എന്നുള്ളതല്ല അവരുടെ കടമ. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ പ്രതി കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ നോക്കുക, അത് കഴിഞ്ഞ ശേഷം അവർ ശിക്ഷിക്കുക, ഇത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഉത്തരവാദിത്വം തെളിവ് കൊടുക്കേണ്ടത് പോലീസിൻ്റെയാണ്. അത് സ്റ്റേറ്റ് മെഷീനറിയാണ് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതിന് കോടതിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ കാര്യങ്ങളിൽ കോടതി നിസ്സഹായ അവസ്ഥയിലാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കോടതിയെ കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇതിനകത്ത് പ്രോസിക്യൂട്ടറെ കുറ്റം പറഞ്ഞിട്ടോ കാര്യമില്ല. ആ പോലീസാണ് കൃത്യമായ അന്വേഷണം നടത്തി തെളിവുകൾ കൊണ്ടുവന്ന് ഹാജരാക്കേണ്ടത്. ഈ കേസിൽ തന്നെ ഈ പ്രോസിക്യൂട്ടർമാർ പറയുന്നത് കേൾക്കാതെ പോകുന്നു, അല്ലെങ്കിൽ അവരെ പറയുന്നത് അനുസരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് 2 പ്രോസിക്യൂട്ടർമാർ രാജിവെച്ച് വരെ പോയി. കാരണം അവർക്ക് കേസ് പരാജയപ്പെട്ടു പോകുമെന്ന് തോന്നിയതുകൊണ്ടാണ് രാജിവെക്കുന്ന അവസ്ഥയിലേക്ക് അവർ തന്നെ മാറിപ്പോയത്. കാരണം വെച്ചാൽ ജഡ്ജിയായിട്ട് വഴക്കുണ്ടാക്കി അവർ വളരെ ബോൾഡായിട്ട് കേസുകൾ നടത്തി. ഞാൻ അവരുടെ കോടതി കേസ് നടത്തുന്ന വക്കീലാണ്, ഇവിടെ തന്നെ ഉള്ളതായതുകൊണ്ട് വളരെ ബോൾഡായിട്ട് കേസ് നടത്തുകയും വക്കീൽമാർക്ക് മാക്സിമം എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ജൂനിയർ വക്കീൽമാർക്ക് പറഞ്ഞ് മനസ്സാക്കി ഒരു ക്ലാസ് എടുക്കുന്ന രീതിയിൽ ക്ലാസ് എടുത്തു കൊടുത്ത് നല്ല രീതിയിൽ കേസ് നടത്തുന്ന ഒരു കോടതിയാണത്. അപ്പോൾ ആ കോടതിയെക്കുറിച്ച് ആക്ഷേപം പറയാനൊന്നുമില്ല. പൊതുവേ ഇപ്പോൾ എറണാകുളത്ത് ഒരു കോടതി ആക്ഷേപം പറയാൻ പറ്റിയ ഒരു കോടതിയില്ല. എല്ലാം വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തു പോകുന്ന കോടതികളാണ്. പൊതുവെ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. പിന്നെ ഇത്തരം കേസുകൾ വരുമ്പോൾ ഒരു മാനസിക സംഘർഷം അതുണ്ടാവും. അപ്പോൾ എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്ന പോലെ അവർക്കും ഉണ്ടാവും. അത് അധികരിപ്പിക്കാനാണ് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയും മാധ്യമങ്ങളൊക്കെ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു പോസ്റ്റ് ഇടാനുള്ള കാരണം. വലിയ സൈബർ അറ്റാക്ക് ആണല്ലേ? ഇപ്പോൾ ജഡ്ജിമെൻറ്റ് വന്ന ശേഷം വളരെ രൂക്ഷമായ രീതിക്കുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട്, വളരെ മോശമായിട്ടുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ നടപടി എടുക്കേണ്ടതാണ്. അത്തരം ഇവിടെ ജഡ്ജിമാർക്ക് സ്വതന്ത്രമായിട്ട് ജഡ്ജിമെൻറ്റ് പറയണ്ടേ? ഒരു ജഡ്ജിമെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 2 കൂട്ടരും ജയിക്കില്ല, ഒരാൾ തീർച്ചയായിട്ടും തോറ്റു കഴിഞ്ഞവൻ അപ്പീൽ പോകണം, അതാണ് പ്രൊവിഷൻ. അല്ലാതെ ജഡ്ജിയെ ചീത്ത പറഞ്ഞു നടക്കുകയല്ല ചെയ്യേണ്ടത്. അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന മാധ്യമങ്ങളാത്തരം ചർച്ചകൾ നയിച്ചുകൊണ്ട് പോകുന്നതും വളരെ തെറ്റാണ്. അതൊരു തെറ്റായ പ്രവണതയാണ് സൊസൈറ്റിക്ക് കൊടുക്കുന്നത്. ഒരു സൂചനയും അതുപോലെ തന്നെ ഒരു തെറ്റായ മെസ്സേജുമാണ് സൊസൈറ്റിയിലേക്ക് പോകുന്നത്. ഏതെങ്കിലും തരത്തിലൊരു ജഡ്ജിയെ എങ്ങനെ നമുക്ക് സ്വാധീനിക്കാൻ കഴിഞ്ഞാൽ അതിനെതിരെ എന്ത് ചെയ്യാൻ പറ്റും? ജഡ്ജിയെ സ്വാധീനിക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒന്ന് തെളിവ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും, വളരെ അപൂർവമാണ്. പക്ഷേ കേരളത്തിൽ എൻ്റെ ഒരു അറിവിൽ, ഞാനിപ്പോൾ 10-38 വർഷമായ ഒരു അഭിഭാഷകനാണ്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ സഹപാഠികൾ ഒക്കെ ജഡ്ജിമാരായിട്ടുണ്ടായിരുന്നു, റിട്ടയർ ചെയ്തു. അപ്പോൾ അവരുടെയൊക്കെ എൻ്റെ പേഴ്സണലായിട്ടുള്ള അനുഭവം കൊണ്ട് പറയുന്നതാണ്. ഇപ്പോൾ ഞാനൊക്കെ ഈ സുഹൃത്തുക്കളുടെ ഈ അവരുടെ കേസ് നടത്താൻ പോവുകയാണെങ്കിൽ അവരോട് സംസാരിക്കാറ് പോലുമില്ല. പറഞ്ഞ മനസ്സിലായില്ലേ? അവരെ ചെമ്പറി പോയി കാണുകയോ ഞങ്ങൾ എന്തെങ്കിലും പൊതു ചടങ്ങുകൾ കാണുമ്പോൾ 1-2 വാക്ക് സംസാരിക്കുന്നില്ലാണ്. ജഡ്ജിമാരായി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ പോലും ഒരു അകലം വിട്ടാണ് നിൽക്കുന്നത്. അഭിഭാഷകർ ഏറ്റവും അടുത്ത ആൾക്കാരാണെങ്കിൽ അകലം വിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സ്വാധീനിക്കുന്നൊരു കാര്യം കേരളത്തിൽ അപൂർവമാണ്. മറ്റു സംസ്ഥാനത്തെക്കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഇതിനകത്ത് ചില ആളുകൾ അപൂർവം ചിലപ്പോൾ ഉണ്ടായേക്കാം, അത് പറയാനൊക്കില്ല. അങ്ങനെ പറഞ്ഞാൽ പല ആൾക്കാരെ മറ്റേ സബ് ജഡ്ജായിരുന്ന ആൾക്കാരെ മുൻസിഫായിട്ട് മാറ്റിയിട്ടുണ്ട്, ചില സർവീസിന് പിരിച്ചുവിട്ടേക്കുന്നുണ്ട്. അങ്ങനെ നടപടി ഹൈക്കോടതി എടുക്കാറുണ്ട്, കൃത്യമായ നടപടി എടുക്കാറുണ്ട്. അന്വേഷണം വരും. ഒരു കൃത്യമായ ഒരു പരാതി പോയാൽ ഒരു തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പരാതി പോയി കഴിഞ്ഞാൽ ഹൈക്കോടതി നടപടി എടുക്കും. സർവീസിന് പിരിച്ചുവിട്ട് ഇങ്ങനെ പല നടപടി എടുക്കാറുണ്ട്. ഈ സൈബർ അറ്റാക്ക് നടത്തുന്നതോടെ എന്താണ് താങ്കൾക്ക് പറയാം? സൈബർ അറ്റാക്ക് നടത്തുന്നത് വികാരപരമായിട്ടുള്ളൊരു നടപടിയാണ്, അത്രയേ ഉള്ളൂ. അതിനകത്ത് യാതൊരു അടിസ്ഥാനവുമില്ല. കോടതി കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ 8 വർഷത്തോളം ട്രയൽ നടത്തി രേഖകൾ കംപ്ലീറ്റ് പരിശോധിച്ച് പഠിച്ച് അതിനുശേഷമാണ് ജഡ്ജിമെൻറ്റ് പറഞ്ഞേക്കുന്നത്. അതിനകത്ത് ഈ ദിലീപിനെ ഈ കേസുമായിട്ട് ബന്ധപ്പെടുന്ന രീതിയിലുള്ള ഒരു ക്രിമിനൽ കോൺസ്പിറസി ഇല്ല എന്ന് കോടതി വ്യക്തമായിട്ട് കണ്ടിട്ടാണ് ദിലീപിനെ വെറുതെ വിട്ടിട്ടുള്ളത്. ബാക്കിയുള്ള 1 മുതൽ 6 വരെ പ്രതികളുടെ പേരിൽ അവർ കുറ്റം ചെയ്തെന്ന് കോടതി കണ്ടുകൊണ്ടാണ് അവർ ശിക്ഷിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ ഇങ്ങനെ ആക്ഷേപം ഉന്നയിച്ച് നടക്കുന്നതിൽ യാതൊരു കാര്യവുമില്ല. ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് അപ്പീൽ കൊടുക്കുക. പിന്നെ ഈ കോടതികളെ അടച്ചാക്ഷേപിച്ച് ചെയ്യുന്നതിനെതിരെ
മറ്റ് നടപടികൾ കോടതിക്ക് സ്വീകരിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും എന്തായാലും വലിയൊരു മാനസിക സംഘർഷമൊക്കെ അതിലൂടെ കടന്നു വന്നാണ് ഇത്തരത്തിൽ ജഡ്ജി വിധികളൊക്കെ പ്രഖ്യാപിക്കുന്നത്. പക്ഷേ അതിനെ ഇങ്ങനെ രൂക്ഷമായി വിമർശിക്കേണ്ട ഒരു കാര്യവുമില്ല. കാരണം കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും അതൊക്കെ ചെയ്യുക. പോലീസാണ് ആ തെളിവുകളൊക്കെ കൊടുക്കേണ്ടത്. ആ പ്രോസിക്യൂഷൻ കൃത്യമായിട്ട് അത് നോക്കി കണ്ട് അതിനുശേഷം മാത്രമായിരിക്കും ഇത്തരത്തിൽ കൃത്യമായ വിധി പറയുക. ഇതിനെ അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും തെളിവുകളുടെ അഭാവം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തെ കുറ്റവിമുക്തമാക്കും. അത് പോലീസാണ് അക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത്. എന്തായാലും ജഡ്ജിക്കെതിരെ രൂക്ഷമായ സൈബർ അറ്റാക്കുകൾ പല സ്ഥലങ്ങളിൽ നിന്നും ഉണ്ടാവുന്നുണ്ട്. ഇരയ്ക്കൊപ്പം നിന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾക്കൊക്കെ പണി കിട്ടും, നിങ്ങൾക്കെതിരെയൊക്കെ കേസെടുക്കാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള പോസ്റ്റുകളൊന്നും ഇടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. 38 വർഷത്തെ അനുഭവം വെച്ചിട്ടാണ് അദ്ദേഹം ഇക്കാര്യങ്ങളൊക്കെ നമ്മളോട് വ്യക്തമാക്കിയത്. കൊച്ചിയിൽ നിന്നും പ്രണവ് വിജയനൊപ്പം ആർ പിയൂഷ്, മറുനാടൻ മലയാളി.